എല്ലാവർക്കും നമസ്കാരം. അമ്പുതിരുനാളുകൾ ആഘോഷിക്കപ്പെടുകയാണ്. മിക്കവാറും ദേവാലയങ്ങളിലൊക്കെ തന്നെ അമ്പുതിരുനാളുകളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒത്തുചേരലുകളുടെ ഇടങ്ങളായിട്ടും ആഘോഷങ്ങളുടെ ഇടങ്ങളായിട്ടും ആത്മീയത വിളിച്ചോതുന്ന പ്രദക്ഷിണങ്ങളുമായിട്ടൊക്കെ തന്നെ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ചാലക്കുടി ദേശത്തെ അമ്പുതിരുനാളുകൾ ഇപ്പോൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആവണം. സമാധാനത്തോടു കൂടി എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുന്ന, ആടിയും പാടിയും ടിസ്റ്റടിച്ചും ഒക്കെ തന്നെ ആഘോഷിക്കുന്ന മനോഹരമായിട്ടുള്ള തിരുനാളുകൾ തന്നെയാണ് നമ്മുടെ പ്രദേശത്തിന് നല്ലത്. ഒരിക്കലും അത് മറ്റു രീതിയിലേക്ക് പോകുന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ, നമ്മുടെ ഐക്യത്തിന് തന്നെ മോശകരമായ സംഭവമാണ്. അമ്പുതിരുനാളുകളെ പറ്റി പറയുകയാണെങ്കിൽ ചാലക്കുടി ദേശത്തിന് വലിയ ഒരു പാരമ്പര്യമുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള അമ്പുതിരുനാളുകൾ നടത്തപ്പെടുന്ന ഒരു പ്രദേശമാണ് ചാലക്കുടി. അതുപോലെ തന്നെ താളമേളങ്ങളുടെ, അതായത് അത് ബാൻഡ് വാദ്യമായിരുന്നാലും ശിങ്കാരിമേള ആയിരുന്നാലും ഒക്കെ തന്നെ നല്ല ട്രൂപ്പുകളുടെ ഇടം കൂടിയാണ് നമ്മുടെ ചാലക്കുടി. ബാൻഡ് മേള ആശാന്മാരുടെ ഒരു നാട് കൂടിയിട്ടാണ് നമ്മുടെ ചാലക്കുടി. തീർച്ചയായിട്ടും അമ്പുതിരുനാളുകൾ ചാലക്കുടിയിൽ ഒരുപാട് പള്ളികളിൽ ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും വലിയ അമ്പുതിരുനാൾ ഏതാണെന്നുള്ളൊരു ചോദ്യം വരും. ഏറ്റവും വലിയ അമ്പുതിരുനാൾ ഏതാണ്? ഏറ്റവും വലിയ അമ്പുതിരുനാളുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അമ്പുകൾ ഒരുമിച്ച് യൂണിറ്റുകളിലേക്ക് ഇറങ്ങുന്നതും ഒരുമിച്ച് വൈകിട്ട് പ്രദക്ഷിണത്തോടുകൂടി കയറുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള അമ്പുതിരുനാൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നേയുള്ളൂ. അത് കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ഇടവക ദേവാലയത്തിലെ അമ്പുതിരുനാളാണ്. ആ അമ്പുതിരുനാൾ സമാഗതമായി. ഇപ്രാവശ്യം വളരെ മനോഹരമായിട്ട് ആണ് കുറ്റിക്കാട് അമ്പുതിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1919 സ്ഥാപിതമായിട്ടുള്ള ഈ ഇടവകയുടെ 107ാമത്തെ അമ്പുതിരുനാൾ ആഘോഷമാണ് ഇപ്രാവശ്യം സംഘടിപ്പിക്കുന്നത്. 2026 ജനുവരി 8, 9, 10, 11, 12, 13 വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിട്ട് വലിയ രീതിയിൽ ആഘോഷങ്ങളോടെയാണ് ഇപ്രാവശ്യത്തെ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ഇടവക ദേവാലയത്തിലെ അമ്പുതിരുനാളിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും മനോഹരമായിട്ടൊരു സംഭവം അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഈ പ്രാവശ്യം കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ഇടവക ദേവാലയത്തിലെ പബ്ലിസിറ്റി ടീമിന് ഒരു മനോഹരമായിട്ടുള്ളൊരു കൈയടി കൊടുക്കുകയാണ്. ഇത് വളരെ നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ബ്രൗഷർ മാത്രമല്ല, ഒരു ബുക്ക് ലീഫ് അടക്കം ഈ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അടിച്ചിട്ടുണ്ട്. ഈ ബ്രൗഷറൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഇതിൻ്റെ പിറകിൽ ടീം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിലെ അമ്പുതിരുനാളിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പള്ളിയുടെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുനാളാണ്. വലിയ കെങ്കേമമായിട്ടാണ് തിരുനാളുകൾ ആഘോഷിക്കുന്നത്. നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ട് മുകളിലെ സീലിങ്ങും അതുപോലെ തന്നെ മധുഹവിയും ഇതൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് പുനരുദ്ധാരണം ചെയ്ത് ഇടവക ജനങ്ങൾക്കെല്ലാം തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ പെരുന്നാൾ എന്ന ഒരു വലിയ പ്രത്യേകതയും ഇത്തവണത്തെ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയത്തിലെ അമ്പുതിരുനാളിനുണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളുടെ വർണ്ണ സമ്മോഹന കാഴ്ച തന്നെയാണ് കുറ്റിക്കാട് അമ്പുതിരുനാളിന് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും തിരുനാൾ ആഘോഷങ്ങളെ പറ്റി പറയുമ്പോൾ ഓൾറെഡി അമ്പുതിരുനാളിൻ്റെ കൊടിയേറ്റ് കർമ്മം വളരെ ആഘോഷമായിട്ട് നടന്നു കഴിഞ്ഞു. വലിയ കൊടി ഇത്തവണ മുൻപത്തേക്കാൾക്ക് വ്യത്യസ്തമായിട്ട് വലിയ നീളവും വീതിയുമുള്ള ഒരു കൊടിക്കൂറയാണ് ഇപ്രാവശ്യം പള്ളിയങ്കണത്തിൽ ഉയർത്തിയിട്ടുള്ളത്. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത് ജനുവരി 7-ാം തീയതി, അതായത് ഇന്ന് ബുധനാഴ്ച ഞാലിപ്പൂവൻകുല സമർപ്പണം എന്നൊരു ചടങ്ങ് ഇന്ന് കുറ്റിക്കാട് പള്ളിയിൽ നടന്നു. അത് കഴിഞ്ഞ കൊല്ലവും നടന്നിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെയാണ് തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള ഈ കർമ്മം നടന്നിട്ടുള്ളത്. 8-ാം തീയതി, അതായത് നാളെ വ്യാഴാഴ്ച വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം അത് നിർവഹിക്കപ്പെടുന്നു. നമുക്കറിയാം എല്ലാ പെരുന്നാളുകളുടെയും ഒരു ആകർഷണമാണ് മുഖവാരത്തിലൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഈ ദീപാലങ്കാരം. തീർച്ചയായിട്ടും ഇപ്രാവശ്യവും കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിലെ അമ്പുതിരുനാളനുബന്ധിച്ചൊരു യമണ്ടൻ ദീപാലങ്കാര പരിപാടികൾ തന്നെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ആ ചടങ്ങ് ആസ്വദിക്കുവാനായിട്ട് 8-ാം തീയതി വ്യാഴാഴ്ച, ജനുവരി 8 വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജനുവരി 10-ാം തീയതി ശനിയാഴ്ചയാണ് മറ്റ് കർമ്മങ്ങൾ നടക്കുന്നത്. ജനുവരി 10 ശനിയാഴ്ച കാലത്ത് 5:30 ദീപബലിക്ക് ശേഷം വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് പുറത്തെടുക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് പുറത്തെടുക്കുന്നു. കൂടുതൽ ചടങ്ങാണ്. അതിനുശേഷം 6:30 വീണ്ടും ദിവ്യബലിയുണ്ട്. തുടർന്ന് അമ്പ് ആശീർവാദവും പ്രദക്ഷിണം പന്തലിലേക്ക് രൂപമെടുത്ത് വെക്കുന്നു. തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പാണ്. യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. ചർലക്കയിൽ യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ഒരുമിച്ചിറങ്ങുന്നു. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ച. ബാൻഡ് വാദ്യ അകമ്പടിയോടുകൂടി, ബാൻഡ് വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ എല്ലാ 45ഓളം വരുന്ന അമ്പ്, അതായത് അതാണ് ഇത് ഈ കുറ്റിക്കാടമ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 45ഓളം യൂണിറ്റുകളിലേക്ക് ഈ യൂണിറ്റ് അമ്പുകൾ ഒരുമിച്ച് ചർലക്കയിൽ ഒരുമിച്ച് ഇറങ്ങുകയാണ്. ഇതിനുശേഷം 3 മണിയോട് കൂടിയിട്ട് ഈ യൂണിറ്റുകളെല്ലാം തന്നെ പന്തൽ സജ്ജമാക്കിയിട്ടുണ്ടാവും രൂപം വയ്ക്കാനായിട്ട്. ആ പന്തലിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിന് ശേഷം പ്രദർശനം ആരംഭിക്കുകയായി. ഈ പ്രദർശനം ഏകദേശം രാത്രിയോടുകൂടി തന്നെ പള്ളിയിലേക്ക് കയറും. അതും ഒരു കാഴ്ചയാണ്. ഇത്രയും അമ്പ് പ്രദർശനം, 45 അമ്പ് പ്രദർശനങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചാലക്കുടി പള്ളി മറ്റേ ടൗൺ അമ്പ് മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ 45 അമ്പുകൾ ഒരുമിച്ച് കയറുന്ന ആ ഒരു വലിയ കാഴ്ച നമുക്ക് കുറ്റിക്കാട് അമ്പുതിരുനാളിന് 10-ാം തീയതി ശനിയാഴ്ച കാണാൻ സാധിക്കും. അതിനുശേഷം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആത്മീയത വിളിച്ചോതുന്ന വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ പ്രദക്ഷിണം. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങാടി ചുറ്റി പള്ളിയിലേക്ക് കടന്നു വരുന്ന കാഴ്ച ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ജനുവരി 12-ാം തീയതിയാണ്
തിങ്കളാഴ്ച അമ്പതിരുന്നാൾ അവസാനിച്ചില്ല ടൗണമ്പ്. അതായത് ടൗണമ്പിന് പ്രവാസി കൂട്ടായ്മയാണ്, പ്രവാസികളുടെ സംഗമം, പ്രവാസി കൂട്ടായ്മ പൊതുയോഗം അംഗങ്ങളെ ആദരിക്കൽ. വൈകിട്ടാണ് ടൗണമ്പിൻ്റെ സമാപനം. ചൊവ്വാഴ്ച അനുസ്മരണ ദിനമാണ്. കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിൽ നിന്നും മരിച്ചുപോയിട്ടുള്ളവരെ അനുസ്മരിക്കുന്ന കർമ്മത്തോടു കൂടി അമ്പതിരുന്നാളിന് തിരശ്ശീല വീഴുകയാണ്. ചാലക്കുടി ദേശത്തെ ഏറ്റവും വലിയ അമ്പതിരുന്നാൾ, ഏറ്റവും മനോഹരമായ അമ്പതിരുന്നാളുമാണ് കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിൽ നടക്കുന്ന അമ്പതിരുന്നാൾ. 8, 9, 10, 11, 12 തീയതികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ ആഘോഷ ചടങ്ങുകളിലേക്ക് അമ്പതിരുന്നാളിനെ സ്നേഹിക്കുന്ന, ബാൻഡ് മേളങ്ങളെ പ്രണയിക്കുന്ന മുഴുവൻ ആരാധകരെയും, കുറ്റിക്കാട് അമ്പതിരുന്നാളിൻ്റെ മുഴുവൻ ആരാധകരെയും ഈ ഫൊറോന ദേവാലയ അങ്കണത്തിലേക്ക് 8-ാം തീയതി മുതൽ, വ്യാഴാഴ്ച മുതൽ നടക്കുന്ന ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം മുതൽ ടൗണമ്പ് പ്രദർശനം വരെ, തിങ്കളാഴ്ച ടൗണമ്പ് പ്രദർശനം വരെ നടക്കുന്ന പരിപാടികളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയത്തിൽ നടക്കുന്ന അമ്പതിരുന്നാൾ ആഘോഷങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ച് ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത്, ഫാദർ ബെന്നറ്റ് എടാട്ടുകാരൻ, കൈക്കാരൻ സാവിയോ കരിപ്പായി, ജനറൽ കൺവീനർ ലിജോ ചാതേലി, പബ്ലിസിറ്റി കൺവീനർ ജോളി കുളങ്ങര എന്നിവർ സംസാരിച്ചു. കിഴക്കിന്റെ നർമ്മോന എന്ന പേരിലാണ് ഈ സെന്റ് സെബാസ്റ്റ്യൻ കുറ്റിക്കാട് ദേവാലയം അറിയപ്പെടുന്നത്. ക്രിസ്തു സബ്സ്റ്റാറസിന്റെ എത്രയേറെ അനുഗ്രഹങ്ങൾ നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ വർഷം വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ ഡിസംബർ 22-ാം തീയതി നവീകരിച്ച ദേവാലയത്തിന്റെ ഉദാശകർമ്മം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ധാരാളം പേര് അവിടേക്ക് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അനേകം പേര് വിശുദ്ധന്റെ മാർസിന്റെ അനുഗ്രഹങ്ങൾ നേടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 10, 11, 12 തീയതികൾ നാളത്തെ പെരുന്നാള് രാവിലെ, ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ആദ്യത്തെ കുർബാന, രണ്ടാമത്തെ ആഘോഷമായ കുർബാന 6:30 മണിക്ക്. അതിനുശേഷമാണ് 45 യൂണിറ്റുകളിലെ അമ്മമാർ ഒരുമിച്ച് 45 ചർലയങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നത്. ഒരുപക്ഷെ ഈ ഭാഗത്ത് ഇത്രയേറെ ചർലയങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്ന മറ്റൊരു പള്ളി ഉണ്ടായിരിക്കുകയില്ല. വൈകിട്ട് ഇതുപോലെ തന്നെ ഒരുമിച്ച് 45 ചർലയങ്ങൾ പള്ളിയിലേക്ക് കയറും. ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട തിരുനാള്. രാവിലെ 6 മണിക്കും 8 മണിക്കും 10 മണിക്കാണ് ആഘോഷമായ കുർബാന. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഇടവകയിലുള്ള ഏകദേശം 64 അച്ഛന്മാരാണ് ഇടവകയിലുള്ളത്. ആ അച്ഛന്മാർ ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കും. അതിനെ തുടർന്നാണ് പ്രദക്ഷിണം 7 മണിക്ക് പള്ളിയിലേക്ക് കയറുന്നത്. നമ്മൾ ചൊവ്വാഴ്ചയാണ് പൂർവികരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ദിവ്യബലി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ ഇത് കാണുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആത്മീയ ഒരുക്കങ്ങളുടെ ഏറ്റവും അടുത്ത ഒരുക്കം എന്നോണമാണ് 2-ാം തീയതി മുതൽ നവനാളുകൾ ആഘോഷിച്ചു തുടങ്ങിയത്. 2-ാം തീയതി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തിരുനാൾ കൊടിയേറ്റി, അതേ തുടർന്നുള്ള ദിവസങ്ങൾ ഓരോ ദിവസങ്ങൾ വൈകുന്നേരം 5:30 ദിവ്യബലിയും, അതേ തുടർന്ന് ആഘോഷമായുള്ള പ്രദക്ഷിണവും ആണ് ഉള്ളത്. ഡിസംബർ 27-ാം തീയതി ആയിരുന്നു അവസാനമായിട്ടുള്ള നവവാരം നടത്തപ്പെട്ടിരുന്നത്. ഓരോ ദിവസവും വൈകുന്നേരം കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും അതുപോലെ തന്നെ നേർച്ച കഞ്ഞിയുടെ വിതരണവും ഉണ്ടായിരുന്നു. 45 യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 4 വനിതകൾ വീതം ആണ് പുണ്യാളിനെ തോളേറ്റുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. പൂവൻകുല നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷവും ഏറ്റവും ഭംഗിയായ രീതിയിൽ ബുധനാഴ്ച പൂങ്കർമ്മം നടത്തുന്നു. മാത്രമല്ല നേർച്ച പായസവും മറ്റുമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.